നിന്റെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു കോടീശ്വരന്മാരുടെ ഷോപ്പ്. നിന്റെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പാവങ്ങളെ തട്ടിക്കാൻ വെച്ചിരിക്കുന്ന ഷോപ്പ്? എനിക്ക് ആരെയും പറ്റിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നന്നായിട്ട് അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ഒന്നാം തീയതി വൈകിട്ട് ചാൻഡിൽ ചോദിച്ചാൽ പറയും, ഒന്നാം തീയതി വൈകുന്നേരം എന്റെ കൊച്ചു ഡ്രസ്സിൽ വെച്ചോണ്ടിരിക്കുന്നു. നീ എവിടത്തെ ഷോപ്പ് വെച്ചോണ്ടിരിക്കുന്ന? ആക്ക ഷോപ്പ്. എന്നെ വിളിക്കുന്ന തെറിക്കുകയാണെങ്കിൽ കയ്യും കണക്കില്ല. ഞാൻ ഇന്നുവരെ ആർക്കും അങ്ങനെ കല്യാണങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് തെറി വിളിയൊക്കെ ആക്കേണ്ട ഒരു അവസരം എനിക്ക് ഉണ്ടായിരുന്നു. അണ്ണ ഇവിടെ നില്ല. അണ്ണന്റെ കാര്യത്തിലോട്ട് വരാം. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. അതിനു മുന്നേ ഒരു സങ്കടം പറയട്ടെ. കഴിഞ്ഞ എന്റെ വീഡിയോയില് കുറെ പേര് വന്നിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നു. ഭാര്യയില്ലാത്ത സിംഗിളായ എനിക്ക് എന്തിനാണ് നിങ്ങൾ വെഡിങ് ആനിവേഴ്സറി ആശംസകൾ തരുന്നത്? ഇവിടെ ഞാൻ മാരീഡ് ഒന്നുമല്ല. ചുമ്മാ കുറെ പേര്, അതും മറ്റോ വന്നിട്ടൊരു കമന്റ് ഇട്ടായിരുന്നു, എന്റെ വിവാഹ വാർഷികം വന്നു 4 വർഷമായിരുന്നു. അതിനുശേഷം കുറെ പേര് വന്നിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സങ്കടം ഉണ്ട് കേട്ടാ, പറയാതിരിക്കാൻ വയ്യ. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. ഈ രേണുസുതിയെ എല്ലാവർക്കും അറിയാമല്ലോ, അറിയാതിരിക്കാൻ വഴിയൊന്നുമില്ല. അപ്പൊ രേണുസുതിയെ ബിഷപ്പ്, ഫിറോസ് ഭായി എല്ലാവരും കൂടി ചേർന്നിട്ട് സഹായിച്ചാണ് വീടും വസ്തുവും ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഈ സഹായിച്ചവരടുത്ത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തോ ഒരു സംഭവം എന്ന് തോന്നുകയും അവരടുത്ത് തന്നെ തിരിച്ച് നന്ദികേട് കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്യുന്ന സമയത്ത് തിരിച്ചിങ്ങോട്ട് മറ്റേ പ്രത്യുപകാരവും പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും അല്ല ചെയ്യുന്നത്. നമ്മുടെ മനസാക്ഷി കുത്തിന് നമ്മൾ ഒരാളെ സഹായിക്കുന്നുണ്ട്, അവരുടെ നിസ്സഹായ അവസ്ഥ കണ്ട്. എന്നാൽ അവരിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഒരിക്കലും അവർ നമ്മളെ തന്നെ തിരിഞ്ഞു കൊത്താതിരിക്കട്ടെ. അങ്ങനെ കൊത്തിക്കഴിഞ്ഞ് നമുക്ക് ഒരിക്കലും സഹിക്കാനും പറ്റില്ല. അത് മറ്റൊരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേ ഒരു കാര്യമാണ് രേണുസുതിയുടെ കേസിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതായത് ബിഷപ്പിനെയും മറുനാടനെയും ഫിറോസ്കായൊക്കെ എല്ലാം കൂടിയൊക്കെ തിരിച്ചു കൊത്തിക്കൊടുത്തു. ആര്? രേണു. നന്ദി ചെയ്തവരുടെ എല്ലാവരും തിരിച്ച് നന്ദികേട് കാണിച്ച്. അതുകൊണ്ട് തന്നെ ഈ ചാരിറ്റി എന്ന് പറയുന്ന കാര്യം ചെയ്യുന്ന സമയത്ത് സൂക്ഷ്യം കണ്ടുമൊക്കെ ചെയ്തില്ലെങ്കിൽ നാളെ ഈ സഹായം വാങ്ങിയ ആൾക്കാരെ നമ്മൾ തിരിച്ച് കൊത്തുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ വിഷയം അതല്ല. ഷാലു പേടിനെ അറിയാമായിരിക്കുമല്ലോ, കുറച്ച് പേർക്കെങ്കിലും, കുറച്ചധികം പേർക്കെങ്കിലും അറിയായിരിക്കും. പണ്ട് ബിഗ് ബോസ് സീസണിൽ, റോബിന്റെ ഒക്കെ സീസൺ ഇറങ്ങിയ സമയത്ത് കോൺട്രോവേഴ്സി ആയിരുന്നു. റോബിന് എല്ലാവരും കൂടി തമ്മിലടിയും കുറെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഷാലു പേടിനെ അറിയാം. എന്നാൽ കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഷാലു പേട് തന്റെ സിനിമയിലെ ഫോട്ടോഗ്രാഫി, അതുപോലെ കുറെ ചാരിറ്റി വീഡിയോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്റേതായ രീതിയിൽ ഒരു ട്രാക്ക് പിടിച്ച് നന്മമരമായിട്ട് പോകുന്നുണ്ട്. എന്നാൽ നന്മമരങ്ങളുടെ ഇടയിൽ വേറൊരു ട്രാക്ക് ഇപ്പൊ വീഴുന്നിരിക്കുകയാണ്. അങ്ങോട്ട് ഒരാൾക്ക് സഹായം ചെയ്തിട്ട് ഇതേപോലെ ഒരു തിരിച്ചടി ഇട്ടിരിക്കുകയാണ്. ആർക്ക്? ഈ ഷാലു പേയാടിന്. അതായത് രേണുസുതിയെ ബിഷപ്പും ഫിറോസ് ഭായിയൊക്കെ സഹായിച്ചിട്ട് അവർക്ക് തിരിച്ചടി കിട്ടിയതുപോലെ ഈ ഷാലു പേയാടും അങ്ങോട്ട് ഒരു കുടുംബത്തെ സഹായിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചടി വാങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ. അതിൽ വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ടൊരാളെ സഹായിച്ചിട്ട് അവരുടെ വായിൽ നിന്ന് തന്തയ്ക്കുള്ളിയും തളയ്ക്കുള്ളിയും കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അത് ഒരു നിസ്സായ അവസ്ഥയാണ്. അത് ഈ സഹായം വാങ്ങുന്നവരുടെ വിവരമില്ലായ്മയും ഉളുപ്പില്ലായ്മയും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചുരുക്കി പറയാം. അങ്ങനത്തെ ഒരു ഘട്ടം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ എന്താണ് വിഷയം എന്നല്ലേ, നമുക്ക് ആദ്യം ഈ ഷാലുപ്പയുടെ സഹായവുമായിട്ട് പോയ വീഡിയോ ഒന്ന് കാണാം. ഇന്ന് രാവിലെ അലക്സും ഐസണ്ണും കൂടെ എന്നെ ഇന്ന് ചെമ്പൂര് അവർക്ക് പരിചയമുള്ളൊരു വീട്ടിൽ എന്നെ കൊണ്ടുപോയി. ആ വീട്ടിലെ കൊച്ചിന്റെ കല്യാണം ഈ വരണ ഒക്ടോബർ 2-ാം തീയതിയാണ്. അങ്ങനെ കല്യാണത്തിന് കുറച്ച് ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. അതിനുശേഷമാണ് അവർ പറഞ്ഞത് അവരുടെ കയ്യിൽ ഒരു പൈസ ഇല്ല എന്നുള്ളത്. എന്തായാലും അവരുടെ മുഖത്തുള്ള ആ ഒരു മ്ലാനതയും അവരുടെ അവസ്ഥയൊക്കെ കണ്ടിട്ട് എനിക്കെന്തോ ഒരു വിഷമം തോന്നി. ഞാൻ പറഞ്ഞു, ചേച്ചി തിരുവോണമായിട്ട് പൈസ ഒന്നുമില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉണ്ടായിരുന്നെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു. എന്തോ എന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം. ഞാൻ എന്തായാലും നേരെ അടുക്കളയിൽ കയറി കഞ്ഞിക്കലമൊക്കെ തുറന്നു നോക്കിയപ്പം വളിച്ച കഞ്ഞിയും ഈ അച്ചാറും. തിരുവോണ ദിവസം ഇവരുടെ ആഹാരം ഇതായിരുന്നു. ഈ അരി തന്നെ ആരോ കൊടുത്തതാണ്. അവരുടെ അവസ്ഥയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് പറഞ്ഞത് ഏതാണ്ട് 2-2.5 മാസം കൊണ്ട് പച്ച മാങ്ങ കൊണ്ടുള്ള ചമ്മന്തിയാണ് ഇവർ കഴിക്കുന്നത്. രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ ഇത് തന്നെയാണ് ഇവർ ആഹാരം. ഇവർക്ക് അച്ഛനൊന്നുമില്ല. അച്ഛനൊക്കെ ഒരു വലിയ കുടിയനായതുകൊണ്ട് വീട്ടിൽ വരാറുമില്ല. അമ്മ ഒറ്റയ്ക്ക് കഷ്ടപ്പെടാണ് ഈ 2 മക്കളെയും വളർത്തിയത്. എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ചികിത്സിക്കാൻ കാശില്ലാതെ ഇളയ മോളുടെ ഒരു കണ്ണ് ഏതാണ്ട് ഭാഗികമായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 21 വയസ്സ് പ്രായമായിട്ടും ഈ വീട്ടിലെ 2 പെൺകുട്ടികളാണ്. അവർക്ക് ബാത്റൂം ഇല്ല എന്നുള്ളതാണ്. അവരപ്പുറത്തും ഇപ്പുറത്തും വീട്ടിൽ പോയിട്ടാണ് അവരുടെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത്. ആ ഒരു അവസ്ഥയായിട്ട് എനിക്ക് സത്യമായിട്ട് ഭയങ്കര വിഷമം തോന്നി. ഞാൻ അതുകൊണ്ട് തന്നെ എന്റെ കയ്യിലുണ്ടായിരുന്ന 10,000 രൂപ അങ്ങനെ തന്നെ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് ബാത്റൂമിനുള്ള പണി തുടങ്ങാൻ പറഞ്ഞു. പണിക്കാരെ ഏൽപ്പിച്ച് വെളിയിറങ്ങി വന്നപ്പോഴേ അവരുടെ കുറെ ഡ്രസ്സുകൾ അലക്കിയിട്ടിരുന്നു. സത്യം പറഞ്ഞാൽ കീറാത്ത ഒരൊറ്റ നല്ല ഡ്രസ്സ് ഇല്ല അവർക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രസ് ക്ലബിൽ നിന്ന് ഒരു ഗിഫ്റ്റ് വഹിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഏതോ ഒരു പാവപ്പെട്ട കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഷാലുപ്പയാട് ഇറങ്ങി തിരിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമ്പൂരി എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രം കാട്ടാക്കാട് ഏരിയയിലാണ് വരുന്നത്. അമ്പൂരി കാട്ടാക്കാട്, ഓക്കെ, ആ ഒരു സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇങ്ങനെ ഒരു വീട്ടിലെ പാവപ്പെട്ട കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഷാലുപ്പയാട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം നിങ്ങൾ പ്രേക്ഷകരെടുത്ത് ചോദിക്കാം, ഈ സഹായിക്കുന്നതിന് വീഡിയോ എടുത്ത് ഇടുന്നതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതായത് മറ്റുള്ള പാവങ്ങളെ സഹായിക്കുന്ന വീഡിയോ എടുത്ത് ഇട്ട് കണ്ടന്റ് ആക്കുന്നതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ അത് വലിയ തെറ്റൊന്നുമില്ല, കുഴപ്പമില്ല. കാണുമ്പോൾ നല്ല ഇമോഷണലി നമുക്ക് കണക്ട് ആവും. ഒരുപാട് പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ട കൈകളിൽ അങ്ങനെ നമ്മൾ ഈ വീഡിയോ കണ്ട് അങ്ങനെ ഈ ഗൂഗിൾ പേ വഴിയൊക്കെ ട്രാൻസാക്ഷൻ ചെയ്ത് ഇങ്ങനെ ഒരുപാട് പാവങ്ങൾക്ക് സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ചരിത്രങ്ങളുണ്ട്.
അതുകൊണ്ട് അതത്ര മോശമാണെന്നും പറയുന്നില്ല. ഇനി ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കണ്ട് നമുക്ക് ഇൻസ്പയർ ആയി നമ്മളും ആരെങ്കിലുമൊക്കെ 10 പേരെ സഹായിച്ചു കഴിഞ്ഞാൽ അതും നല്ല കാര്യമാണ്. പക്ഷേ ഇതിന്റെ ഇടയിൽ മുതലെടുപ്പ് നടത്തുന്ന സജിമാരുണ്ട്. അതായത് ഇതിനെ ഒരു ജീവിതമാർഗമാക്കി മാറ്റിക്കൊണ്ട് സ്വന്തം റീച്ചിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു ഇതുണ്ട്. റീച്ചിന് വേണ്ടിയിട്ട് കാണിക്കുന്നതും വീണ്ടും കുഴപ്പമില്ലാതെ അവരുടെ ഒരു ഇതെന്നെങ്കിലും പറയാം. അവർ 10 പേരെ സഹായിച്ചിട്ടല്ലേ റീച്ച് ഉണ്ടാക്കുന്നതെന്നും നമുക്ക് പറയാം. പക്ഷെ ഇതിന്റെ ഇടയിൽ വേറെ രീതിയിൽ മുതലെടുപ്പ് നടത്തുന്ന ടീംസ് ഉണ്ട്. അതൊക്കെ ഓരോ ദിവസങ്ങൾ എക്സ്പോസ് ആയി പുറത്ത് വരട്ടെ, അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പല ടീംസുകൾ ഇപ്പം പല കഥകളും അഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ. അതൊക്കെ നമുക്ക് നോക്കാം, വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ ശാലുപേട് ഇവരുടെ ഈ നിസ്സായ അവസ്ഥ കണ്ട് ഇവരെ സഹായിക്കാനായിട്ട് അങ്ങോട്ട് പോയി, ആ കുട്ടിയുടെ കല്യാണം അടക്കം നടത്തി കൊടുക്കാനായിട്ട് പോയി. അവസാനം ഇവരെ അങ്ങോട്ട് മുടിപ്പിക്കാനായിട്ട് പോയി. ഇപ്പം നമ്മൾ ഒരാളെ സഹായിക്കുകയാണ്, എടാ ഞാനിപ്പോൾ ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോയാണ്, ഞാൻ എൻ്റെ ഒരു 10-20 ലക്ഷം രൂപ ഉണ്ടെന്ന് വെച്ചോ, ഒരാളെ സഹായിക്കാനായിട്ട് ഞാൻ പറയണം, നിങ്ങൾക്ക് വീടില്ലാത്തല്ലേ, ഞാനൊരു 20 ലക്ഷം രൂപ വരെ എൻ്റെ മനസ്സിലുള്ളത് ഒരു 20 ലക്ഷം രൂപയാണ്, ആ ഒരു 20 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഒരു വീട് വെച്ച് തരാം എന്ന് മൈൻഡിൽ സെറ്റാക്കിയിട്ട് ഞാൻ അവരെ സഹായിക്കാൻ പോകുന്നു എന്ന് വെച്ചോ. പക്ഷെ ഞാൻ 20 ലക്ഷത്തിന്റെ വീടിന് പോകുമ്പോൾ അവർക്ക് പറ്റൂല, 1 കോടിയുടെ വീട് തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടത്തെ ന്യായോടെ? ഞാൻ ഒന്നുമില്ലാത്തൊരു പാവ ആളെ സഹായിക്കാൻ പോയാണ്. സഹായിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള 20 ലക്ഷം രൂപ കൊണ്ടായിരിക്കും ഞാൻ അവരെ സഹായിക്കാൻ പോകുന്നത്. പക്ഷെ അവർക്ക് 1 കോടിയുടെ സാധനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ? അത് ശരിയല്ല. അപ്പം നമുക്കൊരാൾ കൈനീട്ടി സഹായം തരുമ്പോൾ നമ്മൾ കിട്ടുന്നത് വാങ്ങിക്കൊണ്ട് മിണ്ടാതിരിക്കുക, അതായിരിക്കും അതിൻ്റെ ഒരു ശരി. എന്നിട്ട് തന്ന സഹായം എത്രത്തോളം ചെറുതായാലും വലുതായാലും അതിൻ്റെ നന്ദി അങ്ങ് ആയി മാറിയാൽ മതി. അല്ലാണ്ട് കാലാകാലം അവരെ കാല് കഴുകി വെള്ളം കുടിക്കണമെന്നൊന്നും ഞാനും പറയുന്നില്ല. അതിനൊരു നന്ദി ഉണ്ടാവണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് സഹായിച്ചവരെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന പരിപാടി കാണിക്കരുത്. ഈ മറ്റേ പാല് തന്ന കൈക്ക് തന്നെ തിരിച്ചു കൊത്തൂലെ, ആ പരിപാടി കാണിക്കാതിരുന്നാൽ മതി. എന്നാൽ ഇവിടെ ഇത് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഈ രേണുസുതിയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുള്ള പോലത്തെ ഒരു പരിപാടി തന്നെയാണ്. എന്നാലും ശാലുപേട് ഇതിനു ശേഷം ഒരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട്, അത് നമുക്ക് കേട്ടു നോക്കാം. ഒരുപാട് പേര് അവരുടെ മക്കളുടെ കല്യാണം നടത്തി കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അവർക്ക് സാമ്പത്തികമായിട്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. 2 കല്യാണം ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കല്യാണം മാന്യമായിട്ട് നല്ല രീതിയിൽ എനിക്ക് നടത്തി കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരു കല്യാണം ഞാൻ നടത്തി കൊടുത്തിട്ട് ശരിക്കും അതിന്റെ ഹാങ് ഓവർ ഇപ്പോഴും മാറിയിട്ടില്ല. അതായത് ചെമ്പൂരുള്ള പുഷ്പമംഗളം എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മോളുടെ കല്യാണം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമായിരുന്നു. എന്നെ ആ അബദ്ധത്തിലോട്ട് കൊണ്ട് ചാടിച്ചത് അലക്സ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു സുഹൃത്ത് തന്നെയാണ്. അപ്പൊ പുള്ളിയെ അടുത്തെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പാവപ്പെട്ട കേസാണ്, നിവർത്തിയില്ല, എന്തെങ്കിലും സഹായിക്കുമെന്ന് ചോദിച്ചു. ഞാൻ അവിടെ കൊണ്ടുവന്ന് തല വെച്ചു കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ അവസ്ഥ കണ്ടിട്ടാണ് ഞാനും വളരെ ജെന്യൂനാണെന്ന് വിചാരിച്ചാണ് ചെയ്തത്. പക്ഷെ പിന്നീട് അവിടുത്തെ ഒരുപാട് നാട്ടുകാരെന്നെ വിളിച്ചു പറഞ്ഞു, ശാലുചേട്ടാ നിങ്ങളെ വീഡിയോ ഒക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്, നിങ്ങൾ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം, പക്ഷെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിയ ഒരു മണ്ടത്തരമാണെന്ന് അവർ അന്നേ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുത്ത് ഇടുകയും ചെയ്ത് ആ കൊച്ചിന് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, കല്യാണം എന്തായാലും ഞാൻ നടത്തി തരുമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വീട്ടുകാരാണെന്ന് എനിക്ക് അറിയായിരുന്നു. ഞാൻ വീഡിയോ ഇട്ട് 2 ദിവസം കഴിഞ്ഞപ്പം കഴക്കൂട്ടത്തുള്ള അശ്വതി സ്റ്റുഡിയോയിലെ അനിച്ചേട്ടൻ വിളിച്ചിരുന്നു. അശ്വതി 6 എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു തുണിക്കട ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് തുണി തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഇവരെയും വിളിച്ചിട്ട് നേരെ അവിടെ തുണി വാങ്ങാൻ വേണ്ടി. ആ സമയത്ത് ഏതാണ്ട് 98,000 രൂപയ്ക്ക് ഇവർ തുണി പർച്ചേസ് ചെയ്തു. ശരിക്കും ഞാനും കിളിയടിച്ചു പോയി, ഈ അനിച്ചേട്ടനും കിളിയടിച്ചു പോയി. നമ്മൾ അനിച്ചേട്ടൻ ഉദ്ദേശിച്ച ഒരു 10,000 രൂപയ്ക്കകത്ത് അവൾക്ക് ആവശ്യമുള്ളത്. ഇവര് വന്നിട്ട് ഭയങ്കര ആക്രാന്തം മൂത്തിട്ട് 98,000 രൂപയ്ക്ക് തുണി എടുത്തു. പിന്നെ അവസാനം അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ ശാലുപേട് സെറ്റ് ചെയ്തിട്ടാണ് ഏതോ ഒരു അശ്വതി സ്റ്റുഡിയോയിൽ അവരുടെ തന്നെ അശ്വതി സിൽക്സിലോട്ട് തുണി എടുക്കാനായിട്ട് ഇവരെ കൊണ്ട് ഒരു 10-15 രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന സെറ്റപ്പിൽ തുണി എടുക്കാം എന്നാണ് ഇവർ ഉദ്ദേശിച്ചത്, കല്യാണത്തിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്. പക്ഷെ അവർ പോയിട്ട് കിട്ടിയ അവസരമില്ലേ മുതലാക്കാൻ തോന്നി 98,000 രൂപയുടെ തുണി എടുത്ത്. ചില ആൾക്കാർക്ക് ദൈവം അറിഞ്ഞു കൊടുക്കാതിരിക്കും കേട്ടോ. ഞാനത് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. സംഭവം അല്പന ഐശ്വര്യം കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രിയും കയറി കുട പിടിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലത്തെ മറ്റൊരു ടീമാണ് ഇതിപ്പോ. അവർക്കൊരു സഹായം ചെയ്യാനായിട്ട് ഇവർ പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം അവർ സഹായിക്കില്ല, അവർ പറയുന്ന പോലെയൊക്കെ ചെയ്ത് മാക്സിമം ചുരുക്കി അവരെ കൊണ്ട് വലിപ്പിച്ച് കീറിപ്പിച്ച് ഒട്ടിക്കാണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം ചുരുക്കി കാര്യങ്ങൾ ചെയ്തു പോവുക എന്നതാണ് ശരി. എന്നാൽ എന്തായാലും അവന്മാർ സഹായിക്കാൻ വന്ന് വലിപ്പിച്ച് കീറി ഒട്ടിച്ച് അവന്റെ അണ്ടം വരെ വലിച്ച് കീറി വിടാം എന്ന് പറഞ്ഞുകൊണ്ട് 98,000 രൂപയുടെ തുണി പർച്ചേസ് ചെയ്തു. ദൈവമേ, ഞാൻ ഇത്രയും വർഷം ജനിച്ച് ജീവിച്ചിട്ട് ഇത്രയും വർഷം എടുത്ത തുണിയും കൂടി ചിലപ്പോൾ 98,000 രൂപ വരില്ല. എനിക്കറിയാൻ പാടില്ല. അമ്മാതിരി പർച്ചേസാണ് നടത്തി വെച്ചിട്ടുള്ളത്. ദൈവത്തിനറിയാം ഇതെന്ത് പർച്ചേസാണെന്ന്. എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ വലിപ്പിച്ച് അണ്ണാക്കി കൊടുത്തിട്ടുണ്ട് ശാലുപേടന്. ഇതിന്റെ ഇടയിൽ ശാലുപേട് മറ്റൊരു പോയിന്റ് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു കാണോ? ഈ ശാലുപേടിന്റെ വീഡിയോ കാണുന്ന ഈ അമ്മച്ചിയുടെ നാട്ടിലുള്ള ആൾക്കാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകും, ചേട്ടാ വേണ്ട വേണ്ട, അവര് ശരിയല്ല, അവരെ സഹായിക്കാൻ നിൽക്കണ്ട എന്ന ആൾക്കാർ വിളിച്ച് പറഞ്ഞിട്ടും ശാലുപേട് ഞാൻ ഇറങ്ങി തിരിച്ചല്ലേ സഹായിച്ചിട്ടേ കീഴടങ്ങൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ടാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഇവിടെ ശാലുപേടിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അത് എന്തെന്നല്ലേ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ കാണിച്ചു തരാം, അല്ലെങ്കിൽ പറഞ്ഞു തരാം. എന്തായാലും ശാലു ചേട്ടാ ബാക്കി പറ. പിന്നെ അവസാനം ഞാൻ ചെന്ന് പറഞ്ഞു, ചേച്ചി ഇത് നടക്കൂല, നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കാൻ പറഞ്ഞു. ഇവരാണെങ്കിൽ എല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങിച്ച് അവസാനം ഒരു 35,000 രൂപ ബില്ല് വന്നു. പിന്നെ 15,000 രൂപ കടയിൽ നിന്ന് അവരുടെ കണക്കായിട്ട് അവർ തന്ന് ബാക്കി
20,000 രൂപ എന്റെ കയ്യിൽ നിന്ന് അപ്പോഴേ തന്നെ ചെലവായി. ഇതിനിടയിൽ നമ്മളെ ജാഫർ ഇടുക്കിക്ക എനിക്കൊരു 5,000 രൂപ തന്നിട്ട് പറഞ്ഞിട്ട് അവർക്ക് ഒരു സാരി മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 5,000 രൂപ തന്ന് ഞാൻ അന്ന് തന്നെ ഈ തുണി മേടിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇവര് ചെയ്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം, കല്യാണം കഴിഞ്ഞ് എല്ലാ ചടങ്ങുകളും തീർന്നതിന് ശേഷം ഈ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് പൈസ ചോദിക്കുക, ദാരിദ്ര്യം പറയുക, എന്നിട്ട് പറയുക ഒരുപാട് കടമുണ്ട്, കടം തീർത്ത് കൊടുക്കാൻ വേണ്ടിട്ട് വിളിക്കുക. ഈ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അവരെ വിളിച്ച് തെറി വിളിക്കുക. കല്യാണത്തിന് ഇടാൻ വേണ്ടിട്ട് ഒരു ഡ്രസ്സ് കൊടുക്കാന്ന് പറഞ്ഞത് ഒരു കൊച്ചു, നമ്മുടെ ഒരു സുഹൃത്താണ്. അവളുടെ നല്ല മനസ്സുകൊണ്ടാണ് അവൾ ഡ്രസ്സ് കൊടുക്കാന്ന് പറഞ്ഞത്. ആ ഡ്രസ്സ് ഞാൻ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊടുത്തു, അല്ലാതെ കുറച്ച് പേര് കൊടുക്കുകയും ചെയ്തു. എന്തായാലും അന്ന് ഇടത്ത ഒറ്റ ഡ്രസ്സ് പോലും അവരെ പൈസ കൊടുത്ത് വാങ്ങിച്ചാലും എല്ലാം നമ്മൾ ഈ പറഞ്ഞ ഓരോരുത്തർ സഹായിച്ചു തന്നെയാണ്. അവൾ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഇനി ആവശ്യമുണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഡ്രസ്സിന്റെ ആണെന്ന് ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ആ കൊള്ളു കൊടുക്കായിരുന്നത്. രണ്ടാമത് കല്യാണം കഴിഞ്ഞ ശേഷം ആ കൊച്ചിനെ വിളിച്ചിട്ട് പൂരത്തെ, അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മച്ചിയുടെ മക്കളുടെ കല്യാണം ഇവരങ്ങ് നടത്തി, മകളുടെ കല്യാണം മൊത്തം ഇവരങ്ങ് എല്ലാ രീതിയിലും കൂടി അവരങ്ങ് നടത്തി, പലരിൽ നിന്നും പിരിച്ചും പല രീതിയിലും സഹായങ്ങളൊക്കെ വെച്ചിട്ട് മൊത്തത്തിൽ അവരങ്ങ് നടത്തി. എന്നാൽ നടത്തിയതിനു ശേഷം മൊത്തം അമ്മച്ചി ഫയറായി, പുഷ്പയായി മാറി ടക്കന്. അതിന്റെ വോയിസ് ഞാൻ കൊടുക്കാം. എന്റെ പൊന്നമ്മച്ചി, ഒരാൾ നമ്മളെ സഹായിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെ മുട്ടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് അവർ ചെയ്യുന്ന സഹായം വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ മിണ്ടാതെ ആ നന്ദിയും പറഞ്ഞ് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് സഹായിക്കാൻ വന്നവൻ നീ ചെയ്ത സഹായം കുറഞ്ഞു പോയടാ എന്നൊക്കെ പറഞ്ഞിട്ടും, അല്ലെങ്കിൽ നീ ചെയ്ത സഹായത്തിന് ക്വാളിറ്റി ഇല്ലടാ, ഞാൻ ചൊരണ്ടി ഇളക്കിയപ്പോ വീട് ഇളകിപ്പോയടാ, ആര് രേണുസുതി, അതുപോലത്തെ പരിപാടി ഒന്നും കാണിക്കാതിരിക്കുക. നീ ചെയ്ത സഹായത്തിന്റെ വീട്ടിൽ ചാറ്റലിടാ ഭയങ്കര ഈ ഒരു സെറ്റപ്പിൽ നന്ദി കേടുകൾ കാണിക്കാതിരിക്കുക. അത് ബേസിക്കലി എനിക്ക് പറയണമെന്ന് തോന്നി കേട്ടോ. ഇവിടെ ഈ അമ്മച്ചിക്ക് മകളുടെ തുണി എന്തോ വേറെ ആരോ കൊടുക്കാന്ന് പറഞ്ഞു, ഏതോ അശ്വതി എന്നാ ഏതോ പറയുന്ന ഒരു കൊച്ചെങ്ങാണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊച്ചു കൊടുക്കാന്ന് പറഞ്ഞ സമയത്ത് ഓക്കെ എന്ന് നിന്ന്, എന്നാൽ ഇവര് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. ആര് ശാലുപ്പയാടും കിട്ടിയ പൈസയൊക്കെ വെച്ചിട്ട് അങ്ങ് എടുത്തു കൊടുത്തു. അപ്പം പിന്നെ നീ മോളെ വേണ്ട, നിന്റെ ഡ്രസ്സിന് വേണ്ടെന്ന് പറഞ്ഞപ്പോ അമ്മച്ചി എന്ത് നേരെ ആ പെണ്ണിനെ വിളിച്ചിട്ട് പൂരത്തര വിളി കേട്ടു നോക്കാം. നിന്റെ ഷോപ്പ് എന്ന് പറയുന്നത് ഒരു കോടിക്കടമാരുടെ ഷോപ്പാ? നിന്റെ ഷോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ പാവങ്ങളെ തട്ടിക്കാൻ വെച്ചിരിക്കുന്ന ഷോപ്പ്. എനിക്ക് ആരെയും പറ്റിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നന്നായിട്ട് അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. 1-ാം തീയതി വൈകിട്ട് ചാലിന്റെ ചോട്ട പറയും, 1-ാം തീയതി വൈകുന്നേരം എന്റെ കൊച്ചു ഡ്രസ്സിന് വെച്ചോണ്ടിരിക്കുന്നു. നീ എവിടത്തെ ഷോപ്പ് വെച്ചോണ്ടിരിക്കുന്നത്? ആക്ക ഷോപ്പ് എത്ര പോകണല്ലേ ഷോപ്പ് കൂട്ടിയിട്ട് പേര്. വല്ലാത്ത അവസ്ഥ ഏട്ടാ, സഹായിക്കാൻ പോയതാ, പിന്നെ ഒന്നും ഓർമ്മയില്ല, കണ്ണീന്ന് പൊന്നീച്ച പറന്ന് ഈ സെറ്റപ്പിലായ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു കൂട്ടം ആൾക്കാർ ചേർന്നിട്ട് ഈ കുടുംബത്തിനെ സഹായിക്കാൻ പോയി, അവരുടെ മകളുടെ കല്യാണം നടത്താൻ പോയി. അവസാനം അവർ കാണിക്കുന്ന ആ ഒരു വൃത്തികെട്ട സ്വഭാവം കണ്ട, ഇത് ചെറ്റത്തനമൊന്നല്ലാണ്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എടാ ഒരാളിപ്പോൾ എന്നെ സഹായിച്ചെന്ന് വെച്ചാൽ, എടാ എൻ്റെ കയ്യിൽ പണം ഉണ്ടോ ഇല്ലയോ വോട്ടവർ, പക്ഷെ ഒരു ചെറിയ സഹായമോ വലിയ സഹായമായിട്ട് ഒരാൾ എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ആളെ ഇതുപോലെ വിളിച്ച് തെറി വിളിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പ്രാക്ക് ജാവ വാങ്ങിച്ച് കൂട്ടി വയ്ക്കാതെ അമ്മച്ചി, ചുമ്മാ അല്ല ഗതി പിടിക്കാതെ കിടക്കുന്നത്. ഞാൻ ഉള്ള കാര്യം പറയാം. ഇങ്ങനത്തെയൊക്കെ തോന്നിവാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് നിങ്ങളൊന്നും ഗതി പിടിക്കാനേ പോകുന്നില്ല. അതാണ് അതിന്റെ മറ്റൊരു വാസ്തവം. ഇത് വല്ലാത്തൊരു ചീഞ്ഞളിഞ്ഞ സ്വഭാവമായിപ്പോയി, സത്യം ഉള്ള കാര്യം പറയാം. ഇത്രയും തരം താഴ്ന്നു പോകരുത്. ഒരാള് അല്ലെങ്കിൽ ഒരു കൂട്ടം സഹായിക്കാനായിട്ട് വന്നവരെ അവരെ മുതലെടുപ്പ് നടത്തിയതും പോരാഞ്ഞിട്ട് ധാരാളം കൂടി താടി ബാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വിളിച്ച് തള്ളക്കി വിളിക്കുന്നത് തന്തയില്ലായ്മ എന്ന് പറയാൻ പറ്റും കേട്ടാ. ഇനി ശാലുച്ചേട്ടൻ പറ. ഒരുപാട് പേര് എന്നെ വിളിക്കുന്ന തെറിക്കാണെങ്കിൽ കയ്യും കണക്കില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലാവില്ല. കാരണം ഞാൻ ഇന്നൊരു ആർക്കും അങ്ങനെ കല്യാണങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് തെറി വിളിയൊക്കെ ആക്കേണ്ട ഒരു അവസരം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഒരു ഡേഞ്ചർ പേഴ്സൺ ആണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു എല്ലാവരും. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി. അതിനുശേഷമാണ് ഞാൻ ഈ കല്യാണം ചെയ്തത്. അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, അവരിപ്പോഴും ഒരുപാട് പേരെ വിളിച്ചിട്ട് സാമ്പത്തിക സഹായം ചോദിക്കുന്നുണ്ട്, അവരെ ദാരിദ്ര്യങ്ങൾ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവർക്ക് ദാരിദ്ര്യമോ കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല. ഒരു ബാത്റൂം ഞാൻ ചെയ്യാൻ പറഞ്ഞപ്പം നമ്മളെ പണിക്കാരെ കൊണ്ട് 2 ബാത്റൂം അവർ ചെയ്യിപ്പിച്ചു. അതായത് ഞാനൊരു 10-30,000 രൂപയ്ക്ക് ഒരു ബാത്റൂം സെറ്റ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് എന്നെ കൊണ്ട് ഏതാണ്ട് 80,000 രൂപയ്ക്ക് പുറത്ത് 2 ബാത്റൂം അവർ കൊണ്ടല്ലേ ചെയ്യിപ്പിച്ചു. അങ്ങനെ ആക്രാന്തം ഭയങ്കര. അതെ, ആക്രാന്തമാണ് മെയിൻ എന്ന് പറയുന്നുണ്ട് ശാലുപ്പയാണ്. ഇവിടെ ഒരു ബാത്റൂം ചെയ്യാൻ പോയ അങ്ങേരെ കൊണ്ട് 2 ബാത്റൂം ചെയ്യിപ്പിച്ച്. എന്തുവാടേ ഇത് മനുഷ്യന്മാർ? ഒരുത്തനെ പിഴിഞ്ഞെടുക്കുക, ഊറ്റുക, ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ പിഴിഞ്ഞങ്ങോട്ട് കുട്ടിക്കുക. ഈ ഒരു പരിപാടിയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. നിങ്ങൾ ഇപ്പൊ വന്നിരുന്നിട്ട് ഇത് കുറ്റമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇതിന് മുന്നേ നിങ്ങൾ വീഡിയോ പ്രസന്റ് ചെയ്ത സമയത്ത് ഇങ്ങനെയൊന്നല്ല പറഞ്ഞത്. എന്തോ വലിയ നന്മ നിങ്ങൾ ചെയ്തതായിട്ട് തന്നെയാണ് അതിനെ പ്രസന്റ് ചെയ്ത് വിട്ടിട്ടുള്ളത്, ഈ 2 ബാത്റൂമിന്റെ കേസും എല്ലാം. എന്നാൽ ഇപ്പൊ വന്നിട്ട് ഇതെല്ലാം കുറ്റമായിട്ട് നിങ്ങൾ മാറ്റി പറയുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. കാര്യം പിടികിട്ടിയ എന്തോന്നടേ അണ്ണ, നിങ്ങളുടെ ആദ്യം മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ വലിയ മിസ്റ്റേക്ക് ഒന്നുമല്ല. പക്ഷെ അവര് കാണിക്കുന്ന തൊട്ടിത്തനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട് ചാറ്റിൽ ചോർന്നെന്ന് പറഞ്ഞുകൊണ്ട് സുന ചേച്ചി പറഞ്ഞില്ലേ, അതുപോലത്തെ ഒരു ടീമായിട്ടാണ് എനിക്ക് ഇവരെയും കാണാൻ പറ്റുക. എനിക്ക് ഈ ഒരു കേസ് കണ്ട സമയത്ത് എനിക്ക് അതിനെയാണ് ഓർമ്മ വന്നത്. ഈ നന്ദി ചെയ്തവരടുത്ത് നന്ദി കേട് കാണിക്കുന്ന ടീംസ്. പിന്നെ ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ മുതലാക്കി മാക്സിമം വാലി ചുരിച്ചെടുക്കുക എന്ന് പറയത്തില്ലേ, ആ ഒരു സാധനമൊക്കെയാണ് എനിക്ക് ഫീൽ ആയത്. ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയിലും 2 ആഴ്ച മാത്രമേ അക്കൗണ്ട് നമ്പരും ബാക്കി കാര്യങ്ങൾ ഇട്ടേക്കുള്ളൂ.
അത് കഴിഞ്ഞാൽ അക്കൗണ്ട് നമ്പർ മാറ്റും. കാരണം 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് ഇതുവരെ ചെയ്തു പോകുന്നത്. അപ്പൊ ഇവരുടെ അക്കൗണ്ട് നമ്പർ മാറ്റിന്റെ അന്നോട്ടേ ഇവർക്ക് എന്റെ അടുത്ത് ഭയങ്കര പ്രശ്നം. അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ട് നമ്പർ അതിൽ ഇട്ടേ പറ്റൂ. അതായത് അവർ അക്കൗണ്ട് നമ്പർ മാറ്റിയപ്പോൾ 2 ആഴ്ച ഇട്ട് അതിന്റെ സഹായങ്ങളൊക്കെ കിട്ടുമല്ലോ. കിട്ടിയതിന് ശേഷം അക്കൗണ്ട് നമ്പർ ഇങ്ങനെ അങ്ങ് മാറ്റി. കാരണം ഇനി കാലാകാലം അവർക്ക് ഇങ്ങനെ നാട്ടുകാരെ പൈസ ഒഴുകിക്കൊണ്ടിരുന്ന് ആ ഒരു സെറ്റപ്പ് വരുമല്ലോ. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. കിട്ടേണ്ട അർഹതപ്പെട്ട ആ സമയം വരെ കിട്ടേണ്ട പോയിന്റ് അത്രയും അവർക്ക് കിട്ടി, അത് കഴിഞ്ഞ് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്പർ മാറ്റുന്നത് തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ വീഡിയോ വീണ്ടും കിടന്ന് ഓടും, അതിൽ നിന്ന് വീണ്ടും ഏണിങ്സ് ആൾക്കാർ ഇങ്ങനെ അയച്ചു കൊടുക്കും, കിട്ടുമെന്ന് ഇവർക്കും അറിയാം. എത്ര കാലം ചിലപ്പോൾ കിട്ടും. ആ വീഡിയോ ഒക്കെ മില്യൺ വ്യൂ പൊയ്ക്കൊണ്ടിരുന്നാൽ വീണ്ടും കോടിക്കണക്കിന് രൂപ ചിലപ്പോൾ വന്ന് ഒഴുകിക്കില്ല. ആ ഒരു സെറ്റപ്പിലോട്ട് പോകും. അതുകൊണ്ട് എന്ത് ചെയ്യേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് ജീവിക്കാനുള്ള ഒരു സാമ്പത്തിക സംഭവം വന്നു കഴിഞ്ഞാൽ നൈസായിട്ട് അങ്ങനെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റി വിട്ടു കൊടുക്കും. അപ്പൊ അത് മാറ്റിയപ്പോഴും കുറ്റമൊന്നും. ചേച്ചിക്ക് ചുമ്മാ ഇരുന്നും കൊണ്ട് ഞണ്ണ ഭയങ്കര ആഗ്രഹം കേട്ടാ, തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടാണ്. എന്തായാലും ഇങ്ങനത്തെ ചീഞ്ഞളിഞ്ഞ സ്വഭാവങ്ങൾ കാണിക്കാതിരിക്കുക, ഇത്ര നന്ദിയിട്ട വർഗ്ഗങ്ങളാവാതിരിക്കുക. ഒരാൾ സഹായിക്കാൻ വന്നു കഴിഞ്ഞാൽ അവനെ മാക്സിമം വലിച്ചു ഊറ്റിയല്ല എടുക്കേണ്ട. അവൻ ചെയ്യുന്ന സഹായം ചെയ്തിട്ട് പോട്ടെ, അതിൽ നന്ദിയുള്ളവരായിരിക്കുക കേട്ടോ. ഇതൊക്കെ എന്തോന്നില്ലേ, എന്തെന്ന് മനുഷ്യന്മാര് കാട്ടാക്കടയ്ക്കും ട്രിവാൻഡ്രത്തിന് നാണക്കേടുണ്ടാക്കാനായിട്ട് പറയണം. അയ്യോ, ഒന്നും പറയാനില്ല. ഈ അടുത്തിടെ എന്നെ കുറെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ഞാൻ അവരുടെ അക്കൗണ്ട് നമ്പർ മാറ്റിക്കളഞ്ഞ് അതാണ് ഇതാണ്. സത്യം പറഞ്ഞ ആരെയും വേർപ്പ് അന്യായമായിട്ട് ഒരാൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരാളുമല്ല. ആ കല്യാണത്തിന് തന്നെ 87,000 രൂപയ്ക്ക് അവിടത്തേക്കുള്ള പലവ്യഞ്ജന സാധനങ്ങളും തലേദിവസത്തെ അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു. ഇവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ഷൻ, അതായത് 4 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ പൈസ എടുത്തിട്ട് തരാനാണ് തിരിച്ചെന്താ പറഞ്ഞിരുന്നത്. ഈ നിമിഷം വരെ എനിക്ക് പൈസ ഒന്നുമില്ല. അവസാനം ഞാൻ കല്യാണ വർക്ക് ചെയ്ത് ജോലി ചെയ്തുണ്ടാക്കിയ പൈസയാണ് ഈ കടക്കാരന് കൊടുത്ത് ക്ലോസ് ചെയ്തത്. അപ്പം ദയവ് ചെയ്ത് പുഷ്പമംഗളം എന്ന് പറഞ്ഞിട്ട് ചെമ്പൂരുള്ള ഒരു സ്ത്രീ, നിങ്ങൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, അവരിങ്ങനെ ആളെ പറ്റിച്ച് ജീവിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ഇതെനിക്ക് അറിയാതെ ഞാൻ പോയി പെട്ടുപോയതാണ്. അപ്പൊ ദയവ് ചെയ്ത് ആരും അവർക്ക് 5 പൈസ കൊടുക്കരുത്. കൊടുത്ത കൈക്ക് തന്നെ കടിക്കുന്ന ഒരു സ്ത്രീയാണ് അവര്. നാളെ ചിലപ്പോൾ എന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കണമെന്ന് എനിക്ക് അറിയാം. പക്ഷെ എന്തായാലും അങ്ങനെ എന്നെ വിശ്വസിച്ച് അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരാളും അവരുടെ വേർപ്പ് ചുമ്മാ ഒരാൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അവർ വേണമെങ്കിൽ അധ്വാനിച്ച് ജീവിക്കട്ടെ, അതിനുള്ള ആങ്കൽ അവർക്കുണ്ട്. കിട്ടുന്നത് മാക്സിമം ഊറ്റണ ഒരു. എന്റെ പൊന്നേട്ട ലാസ്റ്റ് ഒരു വാക്ക് പറഞ്ഞില്ലേ, അവർ വേണമെങ്കിൽ അധ്വാനിച്ച് ജീവിക്കട്ടെ, അതിനുള്ള ആങ്ക് അവർക്ക് ഉണ്ടെന്ന്. ഇതെന്താ ആദ്യം ചേട്ടൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ? ഇങ്ങനെ അല്ലല്ലോ ആദ്യം ആയിരുന്നത്. അതുകൊണ്ട് അത് വിട്. അതെന്താ പറഞ്ഞത്, തിന്നാൻ പോലും വകയില്ല, ചാൽച്ച കഞ്ഞി, അടുത്ത് മാങ്ങ പച്ച മാങ്ങയും വെച്ചാണ് തിന്നുന്നത്, അടുത്ത് മോളുടെ കണ്ണിനെന്തോ പ്രശ്നം, ഇങ്ങനെയൊക്കെയല്ലേ ആദ്യം പറഞ്ഞത്. ഇപ്പൊ വന്നിട്ട് മൊത്തം കുറ്റമാണല്ലോ, നേരെ ഉട്ടടിച്ചല്ലോ നിങ്ങൾ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഒന്നേ നിങ്ങൾ സഹായിക്കാതിരിക്കുക. സഹായിച്ചിട്ട് ഇതുപോലെ ചീത്ത വാക്കുകളും കേട്ടിട്ട് അവസാനം നാട്ടുകാരെ ഒന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതുപോലുള്ള ടീംസിനെയൊക്കെ സഹായിക്കുമ്പോൾ നോക്കിയും കണ്ടൊക്കെ സഹായിക്കുക. സഹായങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ഇവരെ തന്നെ ചെളിവാരി അടിക്കുന്ന എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾക്ക് 1000 അഭിനന്ദനങ്ങളും പൂച്ചെണ്ടുകളും നേരുന്നു. വല്ലാത്ത അവസ്ഥ. ഇതൊക്കെ എവിടെ നിന്നാ കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഷാലു ചേട്ടൻ ആദ്യം കഞ്ഞിക്ക് പോലും വകയില്ലാത്ത ടീംസ് എന്ന് പറഞ്ഞവർ ഇപ്പൊ പറയുന്ന ആരോഗ്യത്തോടെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യം ഉണ്ടെന്ന്. എന്റെ പൊന്നെ കേട്ടെ, നിങ്ങൾ ഏതെങ്കിലും ഒന്നിലൊക്കെ ഉറച്ചില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പേടിന്റെ ഭാഗത്തൂടെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ അർഹതപ്പെട്ടവരെ സഹായിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സഹായിക്കാൻ പോകരുത്. എന്തിനു വെറുതെ ചുമ്മാ. ഇതൊക്കെ കുറെ എണ്ണം ഇങ്ങനെയൊക്കെ കാണൂടെ. ചെമ്പൂരുള്ള ഒരു മോളുടെ കല്യാണത്തിന്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ മാസം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒക്ടോബർ 2, ഇന്ന് ആ മോളുടെ കല്യാണമായിരുന്നു. സത്യം പറഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേരുടെ സഹായം ഉണ്ടായി. പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് രാഗിയും ബിന്ദുജയും, എന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ണിയുടെ വൈഫാണ്. അപ്പൊ അവർക്ക് പേയുടെ ഒരു മേക്കപ്പ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞ്, ചേട്ടാ മേക്കപ്പിന്റെ കാര്യം വേറെ ഇനി നോക്കണ്ട, ഞങ്ങൾ ചെയ്തുതരാം. അതുപോലെ തന്നെ ബ്ലാക്ക് ഗോൾഡ് കോസ്റ്റ്യൂം, അവര് പെൺകുട്ടിക്ക് തലേദിവസം ഇടാനുള്ള ഡ്രസ്സും അവളുടെ അനിയത്തിക്ക് ഇടാനുള്ള ഡ്രസ്സും അപ്പോൾ തന്നെ അവര് ഓക്കെ പറഞ്ഞ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ എന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് മിസ് ഇന്ത്യയിലെ ഹർഷേച്ചി സ്പോട്ടിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിടാ, ആ മോൾക്ക് കല്യാണത്തിനിടാനുള്ള ഗൗണെല്ലാം ഞാൻ തരാം. സത്യം പറഞ്ഞ ചേച്ചി അതിനുവേണ്ടി എന്നെ വിളിച്ചു വരുത്തി അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം ആ മോൾക്ക് തന്നു. അതുപോലെ തന്നെ കോൺഫിഡൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്റെ സുഹൃത്തുക്കളാണ് രതീഷൊക്കെ. അപ്പൊ അവര് പച്ചക്കറികളെല്ലാം അവരുടെ കണക്കായിട്ട് അവരെടുത്തു തന്നു. നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദൈവമായിട്ടാണ് എന്നെ ഈ വീട്ടിലെത്തിച്ചത്. കൃത്യമായിട്ട് ദൈവം ഓരോരുത്തരിലൂടെ ഇടപെട്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഒപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ കല്യാണം നടക്കുന്ന സമയത്ത് ആരും ഇല്ലാത്ത ഓർഫണേജിലേക്ക് കഴിയണ കുറെ പേർക്ക് ആഹാരം കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഏതാണ്ട് 470 പേർക്ക് ആഹാരം കൊണ്ടുകൊടുക്കാൻ ഇന്ന് ദൈവം വലിയൊരു അവസരം തന്നു. ഒരു കോൺഗ്രസ്സുകാരിയാണ് ഇവിടുത്തെ മെമ്പർ. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്തെന്ന് വെച്ചാൽ, എല്ലാ മാസവും ഇവരാണ് ഇവിടെ അരി സാധനങ്ങൾ കൊടുക്കുന്നത്. പച്ചക്കള്ളം. 26 വർഷമായിട്ട് ഈ വീട്ടിൽ ബാത്റൂം ഇല്ല. ഇന്നലെ ഇന്ന് ഞാൻ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു. ഇവർ പാവപ്പെട്ടവരായോണ്ട് അവർ വന്നിട്ടേ ഇല്ല. കൊറോണ സമയത്ത് ഒരു ദിവസം ഒരു കിറ്റ് കൊണ്ടുകൊടുത്ത് 5 വർഷവും ഈ കിറ്റിന്റെ പേരിലാണ് ഇവരിവിടെ ഒന്ന് തള്ളിമറിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്ന സമയത്ത് അങ്ങനെയുള്ള വീഡിയോകളിൽ നിങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വീമ്പിളക്കായി. ഓക്കെ, ഇവിടെ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഈ വീഡിയോയില്
പഞ്ചായത്ത് മെമ്പർ എങ്ങാണ്ട് വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ ആഴ്ചയിലും എല്ലാ മാസത്തിലും എന്താ അവർ കിറ്റ് കൊടുക്കും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ അവരും നാട്ടുകാരും എല്ലാവരും പറഞ്ഞു ഇവർ ഉടായ്പകളാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടും ശാലു പേയാട് വിശ്വസിക്കാൻ നമ്പാതെ കയറി സഹായിച്ചു. അവസാനം മൂഞ്ചി തിരിച്ചടി കിട്ടിയപ്പോൾ അണ്ണാക്കി പിരി കിട്ടിയിരിക്കുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശാലു പേയാട് സഹായിച്ച ആള് നോക്കിയും കണ്ടുമൊക്കെ സഹായിക്കണമായിരുന്നു. പണ്ട് ബിഷപ്പിനും മറുനാടനും നമ്മുടെ ഫിറോസ് ബായിക്കും എല്ലാം പറ്റിയൊരു അവത്തെ തരം നോക്കാതെ ആളും തരവും നോക്കാണ്ട് എടുത്ത് സഹായിച്ച അവസാനം അവർക്ക് തന്നെ തിരിച്ചു കിട്ടി. ആ ഒരു പരിപാടി, ആ ഒരു പ്രൊസീജിയറാണ്. അതേ സെയിം സാധനമാണ് ഇവിടെ നടന്നിട്ടുള്ള മറ്റൊരു സിറ്റുവേഷൻ, മറ്റു ആൾക്കാർ, മറ്റു രീതി. അത്രേ ഉള്ളൂ. എല്ലാം ഒരൊറ്റ സാധനമാണ്, സഹായം വാങ്ങി തിരിച്ചു കൊത്തി, ഇത്രേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോകൾ ഇപ്പോൾ കൊടുക്കുക. ഇതിന്റെ ബാക്കി ബാത്റൂമിന്റെ ഒരു കഥ പറയുന്നുണ്ടായിരുന്നു. വീട്ടിൽ ബാത്റൂം ഇല്ല. എന്തായാലും 2 ബാത്റൂം ഇന്നത്തെ ദിവസം എനിക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഇതിനു വേണ്ടി സഹായിച്ച എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഞാൻ പേര് പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ. എന്തായാലും ഒരുപാട് നന്ദി. ഓക്കെ, ഇവിടെ പേയാട് പറയുന്നത് എന്താ, ഈ വീട്ടിൽ ബാത്റൂം ഇല്ലായിരുന്നു, എനിക്ക് 2 ബാത്റൂം ചെയ്ത് കൊടുക്കാൻ പറ്റി. എന്നാൽ നേരത്തെ ഇവരെ കുറ്റം പറയുന്ന സമയത്ത് എന്താ പറഞ്ഞത് പേയാട്, ഇവർക്ക് ബാത്റൂം ഇല്ലായിരുന്നു, ഞാൻ 1 ബാത്റൂം വച്ചു കൊടുക്കാൻ പോയപ്പോൾ ഇവരെന്നെ കൊണ്ട് ബലമായിട്ട് 2 ബാത്റൂം ചെയ്യിപ്പിച്ചു, അങ്ങനെ 19,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറ്റം, മോട്ടിവേഷൻ, ചാരിറ്റി, നന്മമരം വീഡിയോ എടുത്ത സമയത്ത് എന്താ, അയ്യോ ഇവർക്ക് ബാത്റൂം ഇല്ലായിരുന്നു, 2 ബാത്റൂം വരെ വെച്ചു കൊടുക്കാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. എൻ്റെ പൊന്നു പേടണ ഏതെങ്കിലുമൊക്കെ ഒന്നിൽ ഉറച്ചിരിക്കും. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമാണ്, അത് ആളും തരമൊക്കെ നോക്കി ചെയ്യുക. അതുപോലെ ഇപ്പൊ നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്യുന്നുണ്ട്, അവരിൽ നിന്നും തിരിച്ച് നന്ദി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പണിക്ക് നിൽക്കരുത്, അതേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ നന്ദികേട് കാണിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത് അവരുടേതായ ക്വാളിറ്റിയാണ്. മറിച്ച് ഇതുപോലെ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ ഒരിക്കലും ഗുണം പിടിക്കുന്ന ചരിത്രമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആ കുടുംബത്തോടാണ് പറയാനുള്ളത്. ഇപ്പൊ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ഇതേ ഒരു പ്രൊസീജിയറാണ് ആ ഒരു ടീംസിന്റെ അടുത്ത് കാണിച്ചിട്ടുള്ളത്. ഞാനും അവരുടെ അടുത്ത് അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ നന്ദി പ്രതീക്ഷിച്ച് ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മുടെ ഒരു മിനിമം ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരാൾ സഹായിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് തിരിച്ച് നമ്മൾ ആ ഒരു നന്ദി എന്ന് പറയുന്ന നമ്മുടെ ഒരു പെരുമാറ്റത്തിലൂടെ കാണിക്കണം. നമ്മൾ നന്ദി പ്രതീക്ഷിക്കരുത്, പക്ഷെ ഈ സഹായം വാങ്ങുന്നവരവർ നന്ദി അതിന്റെ ഒരു മനസ്സലിവെങ്കിലും കാണിക്കുക. അല്ലാണ്ട് ഈ തിരിച്ചടിച്ച് ഇങ്ങനെ തിരിച്ചു കൊത്തി ചെളി വാരി അടിച്ച് നാറ്റിച്ച് വിളിച്ച് പൂരത്തെറിയും തളയും വിളിച്ച് അല്ല വിടേണ്ടത്. ഒക്കെ ഒരു സാമാന്യം ബോധം വെച്ച് പെരുമാറേണ്ടതാണ് മനുഷ്യന്മാർ. അല്ലാണ്ട് ഇതുപോലെ നന്ദികേടിന്റെ പീക്ക് ലെവല് കാര്യങ്ങൾ കാണിച്ച് താറുമാറാക്കി കളയേണ്ടതല്ല. ഇങ്ങനെ ഗതികെട്ട ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള മനുഷ്യന്മാരും ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം വലിച്ചുരിച്ചെടുക്കുക, മാക്സിമം ഊറ്റി ജീവിക്കുക, എന്തോന്നാണ് ഇതൊക്കെ, വല്ലാത്തൊരവസ്ഥ. എന്തായാലും ഇവിടെ ശാലുപേടിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. കുറച്ച് പൊടി കഴുകി സാധനങ്ങൾ ഇട്ട് അടിച്ച് കയറ്റി ഇട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കേണ്ട പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.